50% ക്യാൻസറും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ബേസിക്കലി. അതായത് നമ്മുടെ ജീവിത രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് 50% ക്യാൻസറുകളും. അങ്ങനെ പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ക്യാൻസർ 50% കാരണം എന്താ പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ എല്ലാവരും പറയുന്ന കാരണങ്ങളാണ്. പക്ഷേ മേജർ പ്രശ്നം നമ്മുടെ അമിതമായ ഫുഡ് കഴിക്കുന്നതാണ്, അമിതമായ തടി. അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന കലോറീനേക്കാളും ഹെവി ആയിട്ട് നമ്മൾ കലോറി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ആ ഓവർ ഫുഡ് അല്ലെങ്കിൽ ആ ഓവർ തടിയാണ് ബേസിക്കലി നമുക്ക് പിന്നീട് പല പല ഓർഗൻസിന് കേടായി വരുന്നത്, പിന്നീട് ക്യാൻസറായി വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിത്യമായി എല്ലാ ദിവസവും വ്യായാമം നമ്മുടെ ലൈഫിൽ പാർട്ടാക്കി വെക്കണം. അതായത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും പല്ല് തേച്ചല്ലേ പുറത്ത് പോവുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതെ നമ്മൾ ഒരിക്കലും പുറത്ത് ഇറങ്ങരുത്. എല്ലാ ദിവസവും എക്സസൈസ് ഒരു 30 മിനിറ്റ്സ് 15 മിനിറ്റ്സിനും എക്സസൈസ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കണം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ലോ കാർബ് ഡയറ്റ് കഴിക്കാൻ നോക്കുക. മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതായത് റൈസ് മാക്സിമം കുറയ്ക്കുക, ഫാറ്റ് ഫുഡ് മാക്സിമം കുറയ്ക്കുക. നമ്മുടെ ഫുഡിൽ എപ്പോഴും ആഡ് ചെയ്യേണ്ട സംഭവം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുക. അതിനൊപ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും തോറും നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡൻസ് സാധനങ്ങൾ കുറയുകയും ചെയ്യും, ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസും കുറയും. ഇത് എല്ലാ ക്യാൻസറിനും അല്ല, ഒരു 50% ക്യാൻസറുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്മോക്കിങ്ങും ആൽക്കഹോളും എല്ലാവരും പറയും, പക്ഷേ എക്സസൈസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഫുഡ് ഹാബിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ ക്രക്സ് അതിൻ്റെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക. അതായത് തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്കിത് വലിയൊരു അസുഖമല്ല, നമുക്ക് 100% ക്യൂർ ചെയ്യാം. ഒരു ഷുഗറിൻ്റെ ഡയബറ്റീസ് പോലും ആക്ച്വലി 100% ക്യൂർ അല്ല. പക്ഷേ സ്റ്റേജ് 1 ക്യാൻസേഴ്സ് 100% ക്യൂറാണ്. ബേസിക്കലി സ്റ്റേജ് 1 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഏർലി സിംറ്റംസ് അറിയണം. ഓരോ ക്യാൻസറിനും ഏർലി സിംറ്റംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേജ് 1 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓരോ ക്യാൻസറിനും ഓരോ സിംറ്റംസ് ആണ്. നമുക്ക് ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ തുടങ്ങാം. ഏറ്റവും കൂടുതൽ കോമൺ ആയി സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസറിൽ ബ്രസ്റ്റിലൊരു വേദനയില്ലാത്ത മുഴയാണ് ഉണ്ടാവുക. വേദനയില്ലാത്ത മുഴ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുകയോ അല്ലെങ്കിൽ കഷത്തിലോ വരിക, കഷത്തിൽ മുഴ വന്നാൽ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മുഴയായിട്ടോ പിന്നീട് ഈ മുഴ ചിലപ്പോൾ ഒരു ചുമന്ന പാടായിട്ടോ മുറിവായിട്ടോ ബ്രസ്റ്റിൽ മുറിവായിട്ടോ വരാം. ഇങ്ങനെയൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ തന്നെ സ്ത്രീകളിൽ മാത്രമല്ല ആണുങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. അപ്പോൾ ആണുങ്ങളും നമ്മുടെ നിപ്പിളിൻ്റെ ഏരിയയിൽ ആണുങ്ങൾക്ക് അവിടെ ഒരു മുഴയുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ആ മുഴയിൽ നിന്നൊരു ബയോപ്സി എടുത്ത് അത് ക്യാൻസർ ആണോ ഇല്ലയോ നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്യാൻസറിലേക്ക് പോവുകയാണെങ്കിൽ യൂട്രസിൻ്റെ ക്യാൻസർ പറയാം. യൂട്രസിൻ്റെ ക്യാൻസർ യൂഷ്വലി യൂട്രസിൻ്റെ ക്യാൻസറിൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും കോമൺ സിംറ്റം നമ്മുടെ സ്ത്രീകളിൽ മാസക്കുളി ബ്ലീഡിംഗ് എല്ലാം നിന്ന ശേഷം ഒരു 55, 40, 60 ഇയേഴ്സ് ആകുമ്പോൾ പിന്നീട് അതിൽ നിന്ന് ആ യൂട്രസിന് ഒരു ഡ്രോപ്പ് ബ്ലഡ് വരുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡ്രോപ്പ് ബ്ലഡ് വരുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അത് യൂട്രസിൻ്റെ ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് ഡിയാൻസ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്യണം. ഇതാണ് യൂട്രസിൻ്റെ ക്യാൻസർ യൂഷ്വലി ഉണ്ടാകുന്ന സിംറ്റം. നമുക്ക് അടുത്ത ഒരു ക്യാൻസർ ആണെങ്കിൽ വായിലുള്ള ക്യാൻസർ. വായിലുള്ള ക്യാൻസർ മീൻസ് നമ്മൾ കവിളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നാക്കിലോ അല്ലെങ്കിൽ ഈ പല്ല് ആ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു തടിപ്പ്. മൗത്ത് ക്യാൻസർ ഉണ്ടാകുമ്പോൾ യൂഷ്വലി ഒരു ക്രോണിക് സ്മോക്കർ ആവാം, അല്ലെങ്കിൽ ഒരു നന്നായി മുറുക്കുന്ന ആളാവാം, അല്ലെങ്കിൽ നന്നായി ആൽക്കഹോളിക് ആവാം. അല്ലാതെ കോമൺ ആയിട്ട് ഈ ഒരു ഹാബിറ്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാർക്ക് സാധാരണ മൗത്ത് ക്യാൻസർ ഉണ്ടാകുന്നത് അവർക്ക് ഷാർപ്പ് ടീത്ത് ഉള്ളവർക്കാണ്. ഷാർപ്പ് ടീത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 5-8 മാസം റിപ്പീറ്റഡ് ആയിട്ട് അവർ നാക്കിൽ ഒരഞ്ഞ് മുറിവുണ്ടായിട്ട് പിന്നീട് ആ മുറിവ് ക്യാൻസർ ആവാൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, നമ്മുടെ വായിലൊരു ഷാർപ്പ് ടീത്ത് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചത് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു മൗത്ത് ക്യാൻസറിന് ഉണ്ടാവുക? യൂഷ്വലി നാക്കിലോ കവിളിലോ എവിടെയെങ്കിലും ഒരു ചുമന്ന പാടോ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാവുക, ആ മുറിവ് ഉണങ്ങുന്നില്ല, ഒരു 4 ആഴ്ചയായിട്ട് ഒട്ടും ഉണങ്ങുന്നില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് ബയോപ്സി എടുക്കണം. അല്ലെങ്കിൽ ചുമന്ന പാട് വലുതാവുക, അല്ലെങ്കിൽ വെള്ള വൈറ്റ് ആയിട്ടുള്ള പാച്ച് വലുതാവുക. ഇങ്ങനെ ഈ 3-4 സിംറ്റംസ് വായിലുള്ള എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു സ്മോക്കറോ പാഞ്ചറോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഒരു കണ്ണാടിന് മുമ്പിൽ വെച്ച് എക്സാമിൻ ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ തുടക്ക സ്റ്റേജ് കണ്ടുപിടിക്കാം. എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ പാടാണോ ആ പാടിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കൂടുതലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുണ്ടാകുമ്പോൾ അതിന് ആ 1 സെൻറ്റിമീറ്റർ പാടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഒരു ഭാഗം എടുക്കുമ്പോൾ ഇത്രയോ ചെറിയ സർജറിയേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ സർജറി മതി അതിന് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ വലിപ്പം വെക്കും തോറും അത്രയും വലിയ സർജറിയും എല്ലും എല്ലാം പിന്നീട് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് തുടക്കത്തിൽ അത് കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എളുപ്പമായിരിക്കും. സർജറി മാത്രമായി വേറെ അഡീഷണൽ കീമോയോ റേഡിയേഷനോ അങ്ങനെ ഒന്നും വേണ്ട. എങ്ങനെ നമുക്ക് സ്കിൻ ക്യാൻസർ അതിൻ്റെ ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കാം? യൂഷ്വലി നമ്മുടെ തൊലിയിൽ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാവുക, ആ മുറിവുണ്ടായ ശേഷം ആ മുറിവ് ഒരു 4-5 ആഴ്ചകൾക്ക് നോക്കിയിട്ട് ഉണങ്ങാതിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മുറിവ് മാത്രമല്ല, ചിലപ്പോൾ ഒരു കറുത്ത പാടാവാം. ഈ കറുത്ത പാട്
പതുക്കെ അതിൻ്റെ സൈസ് കൂടി വരാം. വലിയ സൈസൊന്നുമില്ല, ഒരു 5 മില്ലിമീറ്റർ സൈസ്, ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ ആവാം. അത്ര സൈസ്, ചെറിയതായ സൈസ് കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. നമുക്കിപ്പോൾ അടുത്തൊരു പേഷ്യൻ്റ് വന്നത് ഒരു തുടയിൽ ഒരു ചെറിയ മുറിവായിട്ടാണ് വന്നത്. ആ മുറിവ് ആക്ച്വലി ആൾക്ക് ലാസ്റ്റ് 4 മാസമായിട്ടുണ്ട്. ആദ്യത്തെ 1 മാസം അത് ചെറിയൊരു കോയിൻ്റെ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ഉണങ്ങുമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് 4 മാസമായപ്പോൾ അത് വലിയൊരു സൈസായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആദ്യം വരുവാണെങ്കിൽ നമുക്ക് ആ മുറിവിൻ്റെ ചുറ്റും മാത്രം 1 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖം മാറ്റാം, പൂർണ്ണമായിട്ട് മാറ്റാം. വേറെ റേഡിയേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ 4 മാസം കഴിഞ്ഞ് വരുമ്പോൾ അത്രയും ഏരിയ നമുക്ക് എടുക്കുകയും വേണം. അവിടേക്ക് വേണ്ടി ഒരു ഫ്ലാപ്പ് എടുത്ത് വെക്കണം. പിന്നീട് അതിന് ശേഷം റേഡിയേഷൻ വരും. അപ്പോൾ ആ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആ തുടക്കത്തിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കുറയ്ക്കുകയും ചെയ്യായിരുന്നു. പേഷ്യൻ്റിനുള്ള പിന്നീടുള്ള മോർബിഡിറ്റിയും ഇൻഫെക്ഷനും എല്ലാ കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ പിന്നീടായി കൂടുതൽ കാണുന്ന ഒരു മസിലിൻ്റെ ട്യൂമറാണ്, സാർക്കോമ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയിലെ മസിലിലുണ്ടാകുന്ന ഒരു ട്യൂമർ. നമുക്ക് എന്താ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ നമുക്ക് സെൽഫ് അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ബോഡിയുടെ ഷേപ്പും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഈ സിമെട്രിക്കലായിട്ടുള്ള ബോഡിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഇപ്പോൾ നമ്മുടെ കയ്യിലാണെന്ന് വിചാരിക്കുക, ഒരു മുഴയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പുണ്ടെങ്കിൽ നമ്മളത് ആ തടിപ്പ് 1 മാസമായിട്ടും അത് ചുരുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ഒരു കൃഷിക്കാരനാണ്. അയാൾക്ക് ഈ കൈയുടെ ഈ അപ്പർ ആമിൽ ഒരു മുഴയായിട്ടാണ് വന്നത്. അയാൾ എല്ലാ ദിവസവും നന്നായി അധ്വാനിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അയാളുടെ ബൈസെപ്സ് ഒരു സൈഡ് മാത്രം വീർത്ത് വരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു അത് അധ്വാനിക്കുന്നതുകൊണ്ട് മസിൽ വലുതാവുന്ന വിചാരിച്ച് അയാൾ ഇരുന്നു. അപ്പോൾ എന്താ വ്യത്യാസം? നമ്മൾ 2 കൈയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സിമെട്രിക്കൽ അല്ല നമ്മുടെ ബോഡിയിലെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ആ സിമെട്രി ഭയങ്കര ഇമ്പോർട്ടൻസ്. അതാണ് സെൽഫ് അവെയർനെസ് മീൻസ്. നമ്മൾ സെൽഫായി നമ്മുടെ ബോഡി അവെയർ ചെയ്യണം. ആ അവെയർനെസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിരിക്കണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. അടുത്ത കോമൺ ആയി കാണുന്ന ക്യാൻസറാണ് വൻകുടലിൻ്റെ ക്യാൻസർ. വൻകുടൽ ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് വരിക. അപ്പോൾ യൂഷ്വലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് ബ്ലഡ് മലത്തിൽ കൂടി പോകുകയാണെങ്കിൽ എല്ലാവരും വിചാരം പൈൽസ് എന്ന് പറഞ്ഞ അസുഖമാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 45 വയസ്സിന് ശേഷം മലത്തിൽ ബ്ലഡ് മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കൊളനോസ്കോപ്പി, അതായത് ഒരു എൻഡോസ്കോപ്പി, ഒരു ക്യാമറ ഉള്ളിൽ കൂടി കയറ്റി കൊളനോസ്കോപ്പി ചെയ്ത് നമുക്ക് മുകളിൽ വേറെ ക്യാൻസറിൻ്റെ ട്യൂമറോ ഒന്നും ഇല്ല നമുക്ക് എന്തായാലും റൂൾ ഔട്ട് ചെയ്യണം. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ ശേഷം, അത് റൂൾ ഔട്ട് ചെയ്ത ശേഷം വേറെ ഒന്നും ഇല്ല, വേറെ ക്യാൻസർ തടിപ്പൊന്നും ഇല്ലെങ്കിൽ പൈൽസോ എന്തുമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ വൻകുടൽ ക്യാൻസറിന് ഏറ്റവും വലിയ കാരണം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് റെഡ് മീറ്റാണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൺ, പോർക്ക്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഇത് മിനിമം ആക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല പറഞ്ഞത്, അത് മിനിമം ആക്കിയിട്ട് നമുക്ക് കഴിക്കുന്ന മീറ്റിൽ ഏറ്റവും നല്ല മീറ്റ് ചിക്കനാണ്. അതായത് ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ദിവസവും ഡയറ്റിൽ ആഡ് ഓൺ ചെയ്യുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, തൈര്, ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ആഡ് ഓൺ ചെയ്യുക. അത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം ലോ ആക്കുക, ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക. നമുക്ക് പകുതി മുക്കാൽ ക്യാൻസറുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 ക്യാൻസറുകൾ നമുക്ക് വാക്സിനേഷൻ വഴി ക്യാൻസർ തടയാം. അതായത് CA സെർവിക്സ് എന്ന് പറയും, അതായത് ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ. CA സെർവിക്സ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കാരണം മാക്സിമം ഉണ്ടാകുന്നത്. അപ്പോൾ HPV വാക്സിനേഷൻ വഴി നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. HPV വാക്സിനേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് 26 വയസ്സ് വരെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ നമുക്ക് HPV വാക്സിനേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിലൂടെ നമുക്ക് CA സെർവിക്സ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാം, ഒരിക്കലും വരാതെ. അതുപോലെ തന്നെ വേറൊരു ക്യാൻസർ നമുക്ക് വാക്സിനേഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹെപ്പറ്റൈറ്റിസ് ലിവർ ക്യാൻസറാണ്. അത് കംപ്ലീറ്റ് പ്രിവെൻഷൻ അല്ല. ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ലിവർ ക്യാൻസർ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യാം. 2 വാക്സിനേഷൻ വഴിയാണ് നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ വഴി CA സെർവിക്സും, അതായത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ വഴി ലിവറും, CA ലിവറും.